ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടെ ഞാൻ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേഹമൊക്കെ കഴുകി ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ കുടിക്കാൻ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടുപ്പത്ത് പയറും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പഴം, മുട്ട പുഴുങ്ങിയത് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇത് പയർ വെറുതെ വെള്ളത്തിലിട്ടല്ല കേട്ടോ, പയർ മുളപ്പിച്ചതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എനിക്കിപ്പോൾ കഴിച്ച് ശീലമായി. ആദ്യമൊക്കെ എനിക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര ഗുണമായതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്ന ശരീരത്തിന് നല്ല കേട്ടോ. അപ്പോൾ ആ ഒരു അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഞാൻ ക്ലീൻ ആക്കുന്നുണ്ട്. ക്ലീൻ ആക്കിയിട്ട് ഞാൻ പിന്നെ അടുപ്പത്ത് പാലും വെച്ചു. അപ്പോൾ പിന്നെ ആ 2 പണിയും അങ്ങ് കഴിഞ്ഞു. എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും രാവിലെ ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കുന്ന ശീലം മാറ്റാനേ പറ്റില്ല കേട്ടോ. കാരണം ചെറുപ്പം മുതൽ അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാന്ന് തോന്നുന്നു മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കാപ്പി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കും. ഇത് മസാല ചായപ്പൊടി കേട്ടോ, അപ്പം അതുകൊണ്ട് അധികം കടുപ്പവും ഇട്ടിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഹെവി കടുപ്പത്തിലാണ് ഞാൻ ചായ കുടിക്കുക. ഇത് മസാല ചായപ്പൊടി ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് ഇടാൻ പറ്റത്തില്ല, ഒരു വൃത്തിയായിട്ട് ചോരും. അപ്പോൾ കുറച്ച് മാത്രമേ ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അതേ പുറകുവശത്ത് വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഭയങ്കര വെയിലാണ് കേട്ടോ, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിയും അമ്മയും പപ്പായും എല്ലാവരും കൂടി നമ്മുടെ പഴയ വീട്ടിൽ പോയേക്കായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് പോയി വൃത്തിയാക്കി ഇടാറുണ്ട് കേട്ടോ. അപ്പം അതിനുവേണ്ടി അവർ പോയതാണ്. എനിക്ക് അങ്ങോട്ട് പോകാനേ മടിയാണ്. ആ പറമ്പിലെ കയറ്റമൊക്കെ കയറി അങ്ങനെ ഉള്ളിലേക്ക് പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ളം കുടിക്കണേ തന്നെ നമുക്ക് ഭയങ്കര പാടായിരിക്കും. നമ്മൾ കൊണ്ടുപോകുന്ന സാധനം അല്ലാതെ അവിടെ വെള്ളവും സംഭവമൊന്നുമില്ല. പിന്നെ ഇന്നലെ രാത്രി എൻ്റെ കൈ മുറിഞ്ഞതാട്ടോ. അപ്പം ഞാൻ ഒരു ബാൻഡേഡൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട്. വലിയ മുറിവൊന്നുമില്ല, അത്യാവശ്യം ഒരു കുഞ്ഞു മുറിവാണ്. എന്നാലും ഇന്നലെ രാത്രി നല്ല വേദന ഉണ്ടായിരുന്നു. ഇനി ബാൻഡേഡ് ഇട്ടില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി പിടിച്ച് വല്ല മുറിവ് കൂടുമോ, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ കയറി ഇരിക്കണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ബാൻഡേഡ് ഇട്ടതാണ്. ഒന്നാമത് മടി പിടിച്ചാണ് കടയിലേക്ക് പോയത്. ഭയങ്കര വെയിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ കൊണ്ട് കടയില്ല, അവർ എവിടെയോ പുറത്ത് പോയേക്കുമായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവരെന്തോ കല്യാണത്തിന് പോയതാണെന്ന് പറഞ്ഞു. പിന്നെ ദാ വീട്ടിൽ വന്ന് ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വെണ്ടയ്ക്ക എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ വെണ്ടയ്ക്കയുടെ കൂടെ ഞാൻ മുട്ടയും കൂടി കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ലല്ലേന്ന് വിചാരിച്ചിട്ട് മുട്ട വാങ്ങാൻ വേണ്ടി പോയതാണ്. മുട്ട ഉണ്ടെങ്കിൽ പിന്നെ ഇത്തിരിയൊക്കെ ചോറ് ഇറങ്ങും. എനിക്ക് വെണ്ടയ്ക്ക് പണ്ട് മുതലേ തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മെഴുക്ക് വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ. തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തോരൻ വെക്കാൻ പറ്റത്തില്ല. എനിക്ക് തോരനാണ് കൂടുതലിഷ്ടം. അതാകുമ്പോൾ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ കഴിക്കാമല്ലോ. മെഴുക്ക് വരട്ടി പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം മെഴുക്ക് വരട്ടി അങ്ങനെ വലിയ ഇഷ്ടമല്ല. എന്നാൽ പിന്നെ എന്തായാലും ഉള്ളത് വെച്ച് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഉരുളക്കിഴങ്ങ് തീറ്റയാണ്, അതുകൊണ്ട് ഞാനത് കുറച്ച് വെച്ചേക്കുക. എനിക്കിങ്ങനെ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ അത് എടുക്കത്തുള്ളൂ. അപ്പോൾ വെണ്ടയ്ക്കാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ചീത്തയാവാൻ തുടങ്ങി. ഉരുളക്കിഴങ്ങാണെങ്കിൽ കുറേ ദിവസം അങ്ങ് ഇരുന്നോളും. അപ്പോൾ പിന്നെ ആദ്യമേ എടുത്തങ്ങ് വെണ്ടയ്ക്ക കറി വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റാഗിയും അരിയൊക്കെ വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. അപ്പം 1.5 കപ്പ്, ഈ ഒരു കപ്പാണ് ഞാൻ അളന്നത്. 1.5 കപ്പ് റാഗി ഇടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1/4 കപ്പ് പച്ചരി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് ഉഴുന്നാട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടിട്ടാട്ടോ ട്രൈ ചെയ്തത്. ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആ ഒരു ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ട് വേറെ പാത്രത്തിൽ വെക്കുന്നുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു പിടി പോലെ ഉലുവയും ചേർക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെയാവും എന്നറിയില്ല. ഇനി ഏറ്റവും അവസാനം അവലും കൂടി ചേർക്കണം. അതായത് നമ്മൾ അരയ്ക്കാൻ പോകുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അവൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ അരയ്ക്കണം എന്നാണ് വീഡിയോയിൽ കണ്ടത്. പക്ഷെ അവൽ ഉണ്ടായിരുന്നില്ല. എന്നാലും ബാക്കി സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പച്ചരിയും റാഗിയും കൂടെ ഒരുമിച്ചിട്ട് കഴുകുന്നു കേട്ടോ. കഴുകുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു. എനിക്കൊന്നൊരു 6-7 തവണയെങ്കിലും ഇത് കഴുകേണ്ടി വന്നു. കഴുകിയപ്പോഴാണ് വെള്ളമൊക്കെ തെളിഞ്ഞൊരു വൃത്തിയുള്ള വെള്ളം കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കണക്ക് നോക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. നമ്മളിങ്ങനെ കഴുകി എപ്പോഴാണോ ഈ ഒരു രീതിയിൽ തെളിഞ്ഞ വെള്ളം വരുന്നത് അതുവരെ കഴുകണമെന്നാണ്. അപ്പോൾ ഉഴുന്നും വേറൊരു പാത്രത്തിൽ കഴുകി അതിലും കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 6 മണിക്കൂർ വെച്ചിട്ട് അതിന് ശേഷമാണ് കേട്ടോ അരയ്ക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ റാഗി ദോശ ഉണ്ടാക്കി കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സാധാ നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിൽ കൂടെ റാഗിയും കൂടെ വരുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മുന്നേ അറിയില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും, മീൻസ് ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത്. കോവിഡിന് മുന്നേ ഞാൻ തീരെ ആരോഗ്യം ശ്രദ്ധിക്കത്തില്ലായിരുന്നു കേട്ടോ. എന്തെങ്കിലും കിട്ടുന്നത് കഴിക്കും, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ കോവിഡിന് ശേഷം ആരോഗ്യമൊക്കെ പോയപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു വില മനസ്സിലായത്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഫുഡിൽ ശ്രദ്ധിക്കും, നന്നായിട്ട് കുക്ക് ചെയ്ത് എനിക്ക് എന്തൊക്കെ ഡയറ്റിൽ നല്ല രീതിയിലുള്ള ആരോഗ്യം കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അതൊക്കെ കഴിക്കാറുണ്ട്. എല്ലാം നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റണമെന്നില്ല. നമുക്ക്
ഒരു നേരത്തെ ഫുഡില്ലെങ്കിലും കുറച്ച് ഗുണമുള്ള ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല. പണ്ട് നമ്മുടെ അംഗൻവാടിയിൽ നിന്നൊക്കെ ഒരു പൊടി കിട്ടുമായിരുന്നു, അമൃതം പൊടി. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പൊടിയാണെന്നറിയാമോ, ചെറുതിലെ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. എനിക്കതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഓർമ്മ വരും കേട്ടോ, ഇങ്ങനെ റാഗിയൊക്കെ വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കിയപ്പോൾ. അപ്പം ഉച്ചയ്ക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. മുട്ട പിന്നെ കിട്ടാത്തത് കൊണ്ട് വെണ്ടയ്ക്ക വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഫുഡ് കഴിച്ചായിരുന്നു. പിന്നെ കുറച്ച് നേരം എഡിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് വൈകുന്നേരം ഞങ്ങൾ രോഹിണിയുടെ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്, അങ്ങോട്ട് പോകുന്നുണ്ട്. ചിറക്കടവ് അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും വൈകുന്നേരം ഒരു 4 മണി അടുത്തായി. വെയിലൊക്കെ ഒന്ന് താന്നു. എന്നാൽ പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് അപ്പുറത്തായിട്ട് വെയിലുണ്ട്, പക്ഷെ എന്നാലും മുറ്റത്തെ വെയിലൊക്കെ ഒന്ന് താന്നു. അപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും വെള്ളം തീർന്നു പോയിട്ടോ. ഇവിടുത്തെ മോട്ടറിൽ വെള്ളം കയറാൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ എന്തായാലും പോയിട്ട് പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. കാരണം ചെടിക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ ചീറ്റിച്ചൊഴിക്കണമെങ്കിൽ അത്യാവശ്യം ടാങ്ക് നിറയണം, കുറച്ച് ഫോഴ്സ് വേണമല്ലോ. പാത്രം കഴുകാൻ പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് വന്നാലും മതി. അപ്പം ഞാൻ പാത്രം തേച്ച് കൊടുത്തപ്പോഴത്തേനും വെള്ളം കുറേയൊക്കെ നിറഞ്ഞു. അപ്പോഴത്തേക്കും ചേച്ചിയും പിള്ളേരും അമ്മയൊക്കെ വന്നു കേട്ടോ. അപ്പം മാളുവിൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ആണ്, അപ്പോൾ അതിൻ്റെ കാര്യം വന്ന് പറഞ്ഞു കേട്ടോ. ആനിവേഴ്സറിക്ക് ഒരുക്കാൻ വേണ്ടി ചെല്ലണമെന്ന് പറയാൻ വേണ്ടി അവൾ വന്നതാണ്. അപ്പോൾ എന്തായാലും കുറേ വർഷമായി ആനിവേഴ്സറിക്കൊക്കെ പോയിട്ട്. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പിന്നെ ഒരു പ്രാവശ്യം എങ്ങാണ്ട് കസിനെ ഒരുക്കാൻ വേണ്ടി ഒരിക്കൽ പോയി, അല്ലാതെ ഒന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ഒരു സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത തെടനാട് സ്കൂളിൽ തന്നെ കേട്ടോ അവർ പഠിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആരെങ്കിലും ആനിവേഴ്സറിക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. വെയിൽ കാരണം തറയിൽ പുല്ലൊക്കെ കരിഞ്ഞു പോയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു പുല്ലുണ്ടായിരുന്നു, അത് നിൽക്കുന്നതാണ് നല്ല രസമായിരുന്നു. അപ്പോൾ ഞാൻ തറയിലും കുറേ വെള്ളം ഒഴിച്ചു. പിന്നെ ഇതേപോലെ ചെടിക്കും വെള്ളം ഒഴിക്കുന്നുണ്ട്. തറയിൽ ജസ്റ്റ് ഒന്ന് ചീറ്റിച്ചൊഴിച്ചോ കേട്ടോ, നമുക്ക് ഒരുപാട് വെള്ളം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. പക്ഷെ ഭയങ്കര വെയിലാണ്, അത് കാരണം എല്ലാം കരിഞ്ഞു പോകും. അത് കാണുമ്പോഴും ഭയങ്കര സങ്കടമാണ്. ചെടിയൊക്കെ കരിയുന്ന കാണുമ്പം മനസ്സ് വല്ലാണ്ട് വേദനിക്കും. കാരണം അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ആദ്യത്തെ വീട് തൊട്ട് സൂക്ഷിച്ച് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ചെടിച്ചട്ടിയായിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പറ്റുന്നത്രയും ദിവസം വൈകുന്നേരം വെള്ളം ഒഴിക്കും കേട്ടോ. അപ്പം ചേട്ടായി വന്നു, ചേട്ടായും ഞാനും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ചിറക്കടവാണ്. രോഹിണിയുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് രോഹിണിയുടെ അമ്മയും ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 7 മണി അടുത്താകാറായപ്പോഴാണ് അവളുടെ വീട്ടിലേക്ക് ചെന്നത്. രാത്രി 10 മണിക്ക് പറ്റിയാണ് ഗാനമേള. അപ്പം അവൾ വിളിച്ചിട്ടാട്ടോ വന്നത്. എനിക്കറിയില്ലായിരുന്നു അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അവളാണ് പറഞ്ഞത് ഗാനമേള ഉണ്ട് വരാനായിട്ട്. അപ്പോൾ രോഹിണി ധാവണിയൊക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എനിക്കും സെയിം ധാവണി പച്ച കളർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവളിതാണ് ഇടുന്നത് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും പച്ച എടുത്തോണ്ട് വന്നേരെ. അപ്പോൾ അവളുടെ ബ്ലാക്ക് ആട്ടോ. അത് ഞങ്ങളിതേ അങ്ങോട്ടേക്ക് പോകട്ടെ. ഇവിടുന്ന് അടുത്താണൊരു എനിക്ക് 1-2 കിലോമീറ്ററിനുള്ളിലാണ്. അവർ നടന്നാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ വന്നുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് വണ്ടിയിൽ പോകുന്നു. അപ്പം ചെന്നപാട് നമ്മുടെ 2 കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. രോഹിണിയുടെ ഫ്രണ്ട്സ് ആട്ടോ. അപ്പോൾ അവരുമായിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. അവർക്ക് ക്യാമറ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര നാടായി. അതാട്ടോ ഇവിടെ കണ്ണൊക്കെ പൊത്തി നിൽക്കുന്നത്. പിന്നെ രോഹിണി എന്നെ വഴിതെളിച്ച് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എനിക്കിവിടുത്തെ സ്ഥലങ്ങൾ തീരെ പരിചയമില്ല കേട്ടോ. അപ്പോൾ അവളാണ് കൂട്ടിക്കൊണ്ട് പോയത്. ഫസ്റ്റ് തന്നെ ഏതോ ഒരു വലതുവശത്തോടെയോ അല്ല ഒരു ഇടതുവശത്തോടെ കയറിയപ്പം ഈ ഗെയിമിൻ്റെ ഒക്കെ സ്ഥലം കണ്ടു. ഫാമിലി ഗെയിം, മറ്റേ ഈ വളയം എറിഞ്ഞ് നമ്മൾ എന്തെങ്കിലും സാധനം എടുക്കത്തില്ലേ, അങ്ങനത്തെ ഗെയിമായിരുന്നു കേട്ടോ. അപ്പം ഫുള്ള് ബിസ്ക്കറ്റും ബൂസ്റ്റും അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് അറിയാൻ പോയില്ല. പിന്നെ ഞങ്ങൾ ബോൾ ഇടുന്ന സ്ഥലത്ത് പോയിട്ട് ഭയങ്കര ആലോചനയായി, ബോൾ വാങ്ങണോ, ഞങ്ങൾ ഗിഫ്റ്റ് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം എത്താൻ സാധ്യതയുള്ള നമ്പറിൽ മുഴുവൻ വന്നിട്ട് നാരങ്ങ പിടിയുന്ന സാധനം, അരിപ്പ അതൊക്കെയുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ അതും കളിച്ചില്ല. ഞങ്ങൾക്ക് ആ ഒരു ഗെയിം സ്പിരിറ്റ് ഇല്ലായിരുന്നു. ഞങ്ങൾ പണ്ട് കളിച്ചിട്ടുണ്ട്. പണ്ട് കളിച്ചപ്പോൾ എനിക്ക് നാരങ്ങ പിഴിയുന്ന സാധനം കിട്ടിയത്. അപ്പോൾ നമ്മൾ വായും പൊളിച്ച് അതിന് കീഴിൽ തിണ്ണി കിടന്നപ്പോൾ അതേ ഒരു ചേച്ചി പുറകിൽ നിന്ന് വന്ന് കയ്യെ പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലി മെമ്പറാണ്. ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാതെ നമ്മളെ വീഡിയോയിലൂടെയൊക്കെ കണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഭയങ്കര സ്നേഹമായിട്ടാട്ടോ ഒന്ന് സംസാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് പോയിട്ട് ഇത്ര ആൾക്കാർ വന്നതിനെ പരിചയപ്പെടുന്നത്. എനിക്ക് ചിറക്കടവിൽ ഇത്ര ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് അറിയില്ലായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നു. ഒത്തിരി പേരെ കാണാൻ പറ്റിയിട്ട്, പക്ഷേ എല്ലാവരും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വീഡിയോ ഓണായിട്ടിരുന്ന സമയത്ത് കണ്ടവരെയൊക്കെയാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. ഒത്തിരി പിള്ളേർ കണ്ടു. ഈ കുഞ്ഞു പിള്ളേരെ കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത്. അവർ ചേച്ചി ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് 3 ആളും കൂടി എന്നെ ചേർന്ന് ഹഗ് ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി സെൽഫിയൊക്കെ എടുത്തു, അവരെ പരിചയപ്പെട്ടു.
നല്ല സ്നേഹമുള്ള പിള്ളേരായിരുന്നു കേട്ടോ. ഒരിക്കലും മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു ചേട്ടായി എടുത്ത്. കാരണം എനിക്ക് അവരെപ്പോഴും ഓർക്കാമല്ലോ. അവരുടെ ഫോട്ടോ എൻ്റെ ഫോണിൽ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവരെ ക്യാമറയിൽ എടുത്തപ്പോഴത്തേക്കും ലൈറ്റ് കാരണം ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫോണിൽ എടുത്തിട്ട് അയച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും മറക്കാൻ പറ്റാത്തൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് ബജ്ജിക്കടയിൽ നിന്ന് ബജ്ജി വാങ്ങിയിട്ടു. അപ്പം ഞാനും രോഗവും കൂടി കോളിഫ്ലവർ ബജ്ജിയാണ് വാങ്ങിയത്. ചേട്ടായി മുളക് ബജ്ജിയും പിന്നെ ഉള്ളിവടയോ അങ്ങനെ എന്തോ വാങ്ങി. ഞങ്ങൾക്ക് ഉള്ളിവടയൊന്നും വേണ്ടായിരുന്നു, ഞങ്ങൾക്ക് കോളിഫ്ലവർ ബജ്ജിയാണ്. ഞങ്ങൾ അവിടം തൊട്ടേ നോട്ടം വിട്ട് വന്നത്. നല്ല മുരിഞ്ഞ കോളിഫ്ലവർ ബജ്ജി ആയിരുന്നു കേട്ടോ. കാരണം നല്ല ചൂടുണ്ടായിരുന്നു, തിരക്ക് കാരണം നല്ല ഫ്രഷ് ആയിട്ടല്ലേ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ തപ്പി നല്ല തിരക്കുള്ള ചൂടുള്ള ബജ്ജി നോക്കി വന്നിട്ടാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചത്. ചേട്ടായി വാങ്ങിച്ച ഉള്ളിവടക്കൊന്നും വലിയ ചൂടുണ്ടായിരുന്നില്ല. കോളിഫ്ലവർ എല്ലാവരും വാങ്ങുന്നതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് ചൂടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉള്ളിൽ പോയപ്പം കുറേ ടാറ്റു സ്റ്റുഡിയോസും അങ്ങനത്തെയൊക്കെ കണ്ടു കേട്ടോ. മൈലാഞ്ചിയുടെ അച്ചൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ടാറ്റുവിൻ്റെ ആ ഒരു സാധനം കാണുമ്പോഴേ പേടിയാണ്. മൂക്ക് കുത്താനും ചെവി കുത്താവാനും എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഏരിയയിലേക്കേ പോകത്തില്ല. എനിക്ക് പണ്ടിങ്ങനെ ടാറ്റു ചെയ്തൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ടാറ്റു ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ട് ഒരു 5-6 മാസം കാത് വെളുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതോടുകൂടി മതിയായി. പിന്നെ ഞങ്ങൾ തപ്പി നടന്ന് ഭയങ്കര ടെക്നിക്കലായിട്ടൊരു കുലുക്കിക്കട കണ്ടുപിടിച്ചു കിട്ടും. പക്ഷേ ഇവിടെ വന്ന് കുലുക്കി പിടിച്ചപ്പോഴത്തേനും കുലുക്കി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ വെള്ളത്തിൽ നാരങ്ങയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങളത് കുടിക്കാൻ വേണ്ടി കുറേ പാടുപെട്ട് കഷ്ടപ്പെട്ട് കുടിച്ച് തീർത്ത്. അങ്ങനെ കുലുക്കിയും കുടിച്ചിട്ട് പിന്നെ ഞാൻ രോഹിണിയും കൂടെ മറ്റേ കൽവിളക്കിൻ്റെ ചുവട്ടിൽ പോയിരുന്നു. ഭയങ്കര ഫോട്ടോഷൂട്ട്. കൽവിളക്കിൽ എണ്ണയും മറ്റേ ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പിന്നെ കഷ്ടപ്പെട്ടൊരു തിരിയൊക്കെ കത്തിച്ച് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അതിന് തൊട്ട് താഴെ കേട്ടോ കുളം. ഭയങ്കര വലിയ കുളമായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ എൻട്രൻസ് ഭാഗമായിട്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ മേളി വരെ ചെന്നത്. അവിടെ നിന്ന് കറങ്ങി വീണ്ടും ഞങ്ങൾ ഇവിടെ എത്തി. കാരണം ഗാനമേള തുടങ്ങാൻ 10 മണിയാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 8 മണിയൊക്കെ ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങളതിലെല്ലാം തെണ്ടിത്തിരി നടക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ കുളത്തിൽ നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മീൻ അതിൽ ഓടുന്നതൊക്കെ കാണാമായിരുന്നു. കുറേ വളർത്തു മീനുകളുണ്ട്. നമ്മൾ ഈ വെള്ള കളറിലൊക്കെ അലങ്കാര മത്സ്യമില്ലേ, അങ്ങനത്തെ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം. നേരി കാണുമ്പം കുറേയും കൂടി നന്നായിട്ട് കാണാൻ പറ്റും. സമയം പോട്ടേന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ വായി നോക്കി നിന്നു കേട്ടോ. ചേട്ടായി പിന്നെ എങ്ങാണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ചേട്ടായും പോയി. അപ്പോൾ ഞാൻ രോഹിണിയും കൂടെ അങ്ങോട്ട് നടന്നു പോയപ്പോഴത്തേക്കും കമ്മലിൻ്റെ ഒരു അടിപൊളി കളക്ഷൻസ് കണ്ടു കേട്ടോ. അപ്പം നോർത്ത് ഇന്ത്യൻസ് വിൽക്കുന്നതാണ്. അതിങ്ങനെ 4 സ്റ്റാൻഡിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഒരെണ്ണം എടുത്തു. ഗൂഗിൾ പേ ഇല്ലാത്തത് കൊണ്ട് അവിടെ ചെന്നപ്പോൾ പെട്ടുപോയി. അപ്പം ഒരെണ്ണം എടുത്തുള്ളൂ അവിടെ നിന്ന്. പിന്നെ ഇപ്പുറത്ത് വന്ന് വേറൊരു കമ്മലയുടെയും നോക്കി. കമ്മലമേള എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരുന്നെങ്കിലും ഒരു കുന്തവും ഉണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമായില്ല. അവിടെ അത്ര യൂണിക്കായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ ആ മറ്റവരുടെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്നു പോയപ്പോഴത്തേക്കും വേറെ ഇതേപോലെ സെയിൽ ചെയ്യുന്നവരൊക്കെ കണ്ടു. അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടു. 2-3 കമ്മൽ, ഒരു ലിപ് ലൈനർ അത്രയൊക്കെ വാങ്ങിയുള്ളൂ. പിന്നെ ഞങ്ങളൊരു സിപ്പപ്പും മേടിച്ച് അപ്പുറത്ത് അമ്പലത്തിനകത്തേക്ക് പോയി. ഇത് അമ്പലത്തിനകമല്ല, അമ്പലത്തിന് ഒരു ഗ്രൗണ്ടാണ്. അവിടെ ചെന്നപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട് രാധികനെ കണ്ടു കേട്ടോ. അവളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം അവൾ ഉത്സവം കൂടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കേട്ടോ. അവൾ സ്വന്തം വീട്ടിൽ വന്നാൽ അപ്പോൾ അവളെ കണ്ടു. പിന്നെ അവളുടെ കുഞ്ഞിനെ ആൾ ആദ്യം കണ്ടു. അവിടെ നിന്ന് ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണേൽ കാല് വേദനിച്ചിട്ട് ഞാൻ അവിടെ പോയി ഇരുന്നു. രോഹിണി പിന്നെ അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. അവളിൻ്റെ ഇടയ്ക്കൂടെ കയറി വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ല. പിന്നെ കുറേ നേരം രാധികയായിട്ടൊന്ന് വർത്താനൊക്കെ പറഞ്ഞു തന്നിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. അവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവൾക്ക് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോയി. അപ്പത്തേനും ഗാനമേള ഏകദേശം തുടങ്ങി. എന്തോ ഒരു ശോകം പാട്ടായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ അകത്ത് കയറി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അകത്ത് പോയി. അവൾ പിന്നെ ഡെയിലി ഇവിടെ വന്ന് ഇതെല്ലാം കാണുന്നതാണ്. അതിന് ചേട്ടായുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവൻ ഇവിടെ പൂജാരിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കണ്ട് കുറേ നേരം അവൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പുറത്ത് ആനകളുടെ എന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിതൊന്നും അത്ര അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയാറിയാത്തത്. ആനയുടെ മേളിൽ കയറുന്ന ചേട്ടന്മാരെന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്ത് മയൂര നൃത്തം ഉണ്ടായിരുന്നു. അപ്പം അവിടെയും പോയിട്ട് കുറച്ച് നേരം അതും കണ്ടുകൊണ്ട് നിന്നു. ഞാനിങ്ങനെ ആദ്യം മേളിൽ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഡാൻസ് കളിക്കുന്ന ആളുടെ കാലിലേക്ക് ശ്രദ്ധിച്ചത്. ആ 2 കാലും വെച്ച് എങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ആലോചിച്ചാൽ ഇങ്ങനെ ഷോക്കായിട്ട് ഞാൻ പിന്നെ കാലിലേക്ക് തന്നെ നോക്കിയിരിക്കും, എങ്ങനെ വീണ് പോകും അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ ഗാനമേള നടക്കുന്ന അവിടേക്ക് പോയി. ഞാൻ ആ ഗ്രൗണ്ട് മുഴുവൻ തപ്പിയിട്ടാണ് ഈ 4 പെൺപിള്ളേരെ കണ്ടുപിടിച്ചത് കേട്ടോ. ഫുള്ള് ആൺപിള്ളേർ. ഞങ്ങളപ്പോൾ ഞാൻ രോഹിണീനെ കൂട്ടിക്കൊണ്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ വന്നു ഡാൻസ് കളിക്കുന്ന അടുത്തേക്ക്. എന്നിട്ട് അവിടെ മുഴുവൻ തപ്പി പെൺപിള്ളേരെ കണ്ടുപിടിച്ച് 4 ആളും പൊടി. കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 പേരും കൂടെ ജോയിൻ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. അവർക്കറിയില്ലായിരുന്നു. നമ്മുടെ ചാനലൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അവരായിട്ട് പറഞ്ഞു യൂട്യൂബറാണ്, വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാട്ടോ വീഡിയോ എടുത്തത്. അപ്പം എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. ഞാൻ പുതിയതായിട്ട് ചെന്ന് കയറിയതാണെങ്കിലും എന്നെ
പിന്നെ അവരുടെ കൂടെ കൂട്ടി. അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു ഒറ്റപ്പെടലൊന്നും ഫീൽ ചെയ്തില്ല. ആദ്യമേ തുടങ്ങുക അവസാനം വരെ കട്ടയ്ക്ക് അവർ കൂടെ ഡാൻസ് കളിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സ്ലോ ആയിട്ട് പോകുന്ന പാട്ടുകളിടും, പിന്നെ കുറേ അടിച്ചുപൊളി പാട്ടുകളിട്ടു. അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിരുന്നു. അപ്പം എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി. ഓരോരുത്തർ ഓരോ ഏജാണ്. +1, ഡിഗ്രി, പിന്നെ 8, 7, 9 ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഗേൾസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് കലാപക്കാരുണ്ടായിരുന്നു. കലാപക്കാരുടെ ഡാൻസാണ് ഈ കാണുന്നത്. എനിക്ക് സ്റ്റെപ്പ് വലിയധികം അറിയത്തില്ലായിരുന്നു. ആ പിള്ളേരാണ് അടിപൊളിയായിട്ട് സ്റ്റെപ്പിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ കണ്ട് കളിച്ചതാട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. വെളുപ്പിന് 4 മണി വരെയൊക്കെ പരിപാടിയുണ്ട്. 12 മണി കഴിഞ്ഞ് 1 മണി ആവാറായും തോന്നുന്നു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഉത്സവമാണ്. ആദ്യമായിട്ടാണ് ഒരു ഉത്സവത്തിൽ ഇത്രയും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുന്നത്. നല്ലപോലെ കാണാനും ഉണ്ടായിരുന്നു. വലിയ അമ്പലമായിരുന്നുകൊണ്ട് നല്ലപോലെ ചുറ്റിക്കറങ്ങി കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് പൊറോട്ടയും പിന്നെ ചിക്കൻ ഫ്രൈയും വാങ്ങിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.